ഡോക്ടർ എന്താ പറഞ്ഞേ? കുറച്ച് വിശ്രമം വേണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ കളത്തിൽ പോയി വിശ്രമിച്ചോളാം. ശരി, അപ്പൂപ്പൻ ചെല്ല്. തിരിച്ചു വരുമ്പോഴേക്ക് ഞാൻ അങ്ങ് കൽക്കത്തയിലുണ്ടാവും. മോളെ, മിണ്ടാപ്രാണികളല്ലേ, ഞാനില്ലാതെ അതുങ്ങൾക്ക് ആര് വെള്ളം കൊടുക്കും? അപ്പൊ അതിനല്ലേ അവിടെ വാസുവിനെ നിർത്തിയിരിക്കുന്നേ? എനിക്കൊരു മനസമാധാനം വേണ്ടേ? ഓ, അപ്പൊ ഇവിടെയുള്ളവർക്ക് അതൊന്നും വേണ്ട. നാളെ മുതൽ വാസുവിനെ നിർത്താം. മോളെ, ഇന്നും കൂടെ ഞാനൊന്ന് പൊക്കോട്ടെ. നല്ല അപ്പൂപ്പൻ. ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് കമല അങ്ങോട്ട് വരും. ഞാൻ ഇവിടുത്തെ അടുക്കളക്കാരൻ നോക്കണം. കമല, ബാസു, എന്താ ഇത്? ഡോക്ടർ എന്താ പറഞ്ഞെന്നറിയാമോ? അപ്പൂപ്പന് സുഖമില്ലെന്ന് അറിഞ്ഞൂടാ. ഇതൊക്കെ വാസുവാ മോളെ ചെയ്യുന്നത്. അപ്പൂപ്പന് നല്ല ബുദ്ധിയുണ്ട്. ബാസുവിന്റെ മുണ്ടും നനഞ്ഞില്ല, ദേഹവും നനഞ്ഞില്ല. ബാസുവിനെന്താ വല്ല ദിവ്യശക്തി ഉണ്ടോ? ഉണ്ടോ ബാസു? അപ്പൂപ്പൻ എന്താ ചെയ് മോളെ? ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. കുട്ടി എന്താ വിഷമിച്ചിരിക്കുന്നേ? എന്താ അയാളുടെ പേര്? ആര്യ. വീട്? സൂര്യച്ചിറ. അച്ഛന് എന്താ ജോലി? അച്ഛൻ മരിച്ചുപോയി. അമ്മ? കൂലിപ്പണിയാ. വേറെ ആരൊക്കെയുണ്ട് വീട്ടില്? അപ്പൂപ്പൻ. അപ്പൂപ്പൻ എന്ത് ചെയ്യണു? ഗസ്റ്റ് ഹൗസിൽ വാച്ചറാ. എന്താണ് പ്രതിയെ ചോദ്യം ചെയ്യുന്ന പോലെ? ആ, കൊള്ളാലോ, ഇപ്പഴാ നാടനായത്. ഈ വേഷം ടീച്ചർക്ക് നന്നായിട്ട് ചേരും. എനിക്ക് എല്ലാ വേഷം ചേരും. എന്നാലും വേഷം നല്ലത് പഴയത് തന്നെയാ. മാഷ്, സുമംഗലയും ഇതുപോലെ ആയിരുന്നു. എവിടെയും പെട്ടെന്ന് പൊരുത്തപ്പെടും. പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചിരുന്നു. വരൂ, ഇരിക്കൂ. ശീലാവതിയെ ഞാൻ കഴിഞ്ഞ ദിവസം എവിടെ വെച്ച് കണ്ടല്ലോ? ഞാൻ കണ്ടില്ലല്ലോ ഡോക്ടറെ. കിടക്കൂ. ഷർട്ടൂരിയിലെ അപ്പൂപ്പാ. കൃഷിയൊക്കെ കഴിഞ്ഞില്ലേ? എന്തത്ര ബദ്ധപ്പാട്? എല്ലാ അപ്പൂപ്പന് തന്നെ ചെയ്യണം. കളത്തി പോണം, കണ്ടെത്തി പോണം, ഇല്ലേ അപ്പൂപ്പ? ഇതൊക്കെ കൃഷിയുടെ ഭാഗമല്ലേ? 4 കാള, 4 പശു, കുറെ പശുക്കുട്ടികൾ. പരിപൂർണ വിശ്രമം വേണം. അത് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഡോക്ടർ. കന്നുകാലികളാണെങ്കിലും അവ പട്ടിണി കിടക്കുന്നത് സഹിക്കത്തില്ല. കളമെടുത്തല്ലേ, വല്ലപ്പോഴും പോയി നോക്കിയാ പോരെ? മനസ്സ് നിറയെ കളമാണ് ഡോക്ടർ. എത്ര പറഞ്ഞാലും അപ്പൂപ്പൻ കേൾക്കില്ല. ഞാൻ പോവാ. ഞാനിപ്പോ വരാം. ഇഞ്ചക്ഷൻ എടുക്കാൻ പോവാ.
ഇത് വെച്ച് അപ്പൂപ്പന് വീട്ടിലിരുന്ന് കളം കാണാം, ശീലാവതിക്ക് ഈ നാടും കാണാം. ഇത് വെച്ച് അവിടെ എല്ലാം കാണാൻ പറ്റുമോ? അതിനെനിക്ക് കാഴ്ച കുറവല്ലേ മോളെ? അതിനല്ലേ ഞാനുള്ളത് അപ്പൂപ്പ. ടൗണിൽ പോയി ഡോക്ടറെ കാണാൻ താമസിക്കണ്ട. ഡോക്ടർ മാത്യു, കാർഡിയോളജിസ്റ്റ്. താങ്ക്സ്. വാസു വന്നിട്ടുണ്ട്. അപ്പൂപ്പന്റെ കൂട്ടുകാരെല്ലാരും വെള്ളം കുടിക്കുന്നുണ്ട്. എന്തായാലും ജീൻസും കോട്ടൊക്കെ മാറി ഇപ്പൊ ചുരിദാർ വരെ എത്തിച്ചല്ല. ശരിയാ, ഇനി മാറിക്കോളും. എന്റെ പൊന്നു ടീച്ചറെ, ആ കൊച്ചു 2 മാസം കഴിയുമ്പോ പോവും. അതുവരെ എങ്ങനെയെങ്കിലും പോയിക്കോട്ടെ. എന്തായാലും ആ ഒരു ബംഗാളി ലുക്ക് മാറിയിട്ടില്ല. എന്തു പറഞ്ഞാലും അവന്റെ ഒരു ബംഗാളി ലുക്ക്. പോയി ബെല്ലടിക്കണോ? സമയായില്ലേ? പൂജയുടെ വെള്ളം ഞാൻ കുറച്ച് കുടിച്ചോട്ടെ? നിങ്ങളുടെ നാട്ടില് വലിയ വെള്ളക്ഷാമക്കല്ലേ, അതുകൊണ്ട് കുറച്ചേ കുടിച്ചുള്ളൂ കേട്ടോ. ശാരി ഡാൻസ് പഠിക്കുന്നുണ്ടല്ലേ? ആ, ടീച്ചർക്ക് എങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. ഇന്ന് ആരാ ക്ലാസ്സിന് കൊണ്ടുവിട്ടെ? അച്ഛൻ. ജീൻസും ടീഷർട്ടൊക്കെ ഇട്ടിട്ടുള്ള ചെറുപ്പക്കാരനായ അച്ഛൻ അല്ലേ? ആ വീഡിയോക്കാരൻ റാഞ്ചാതെ നോക്കണം കേട്ടോ. ഈ പ്രായത്തിൽ നിനക്ക് ഇത്രയും ദുഃഖം ആര് തന്നു കുട്ടി? നാളെ എൻ്റെ സൈക്കിളില് നമുക്ക് ഈ നാട് മുഴുവൻ ചുറ്റിക്കാണണം കേട്ടാ. അത് ശരി. പൂജയുടെ വീട് എവിടെയാ? പൂജയുടെ വീട് എവിടെയാ ടീച്ചർ? എവിടെ? എവിടെയാ? അപ്പൊ നിന്റെ വീടോ? എന്റെ വീട് അപ്പുറത്താ. നിന്റെ വീട് സൂര്യച്ചിറയിലല്ലേ? ഇവിടെ ചിറയൊന്നും കാണാനില്ലല്ലോ. അപ്പോ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്ത് ആനിമേഷൻ നൽകുക. ഇതാണ് പവർ പോയിന്റ്. എഴുതിയോ പൂജ? എഴുതി. സ്ലൈഡ് ക്രിയേറ്റ് ചെയ്ത് ആനിമേഷൻ നൽകുക. എഴുതി കഴിഞ്ഞ് ഞാൻ പറയണ ശ്രദ്ധിക്കുക. പവർ പോയിന്റിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആരാ? എന്താ കുട്ടി പേടിച്ചിരിക്കുന്നേ? ടീച്ചർ എന്നെ വിടരുത്. കുട്ടിക്ക് പ്രാക്ടിക്കൽ നടന്നുകൊണ്ടിരിക്കുക, വിടാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോ അവളങ്ങെത്തും. ചേട്ടൻ വിട്ടോ. പരീക്ഷ നടക്കുമ്പോ അവിടെ കയറി ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല.